റവന്യൂ മന്ത്രി നാളെ ജില്ലയിലെത്തുമ്പോൾ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പെരിയാർ തീരദേശവാസികൾ. ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന പെരിയാർ തീരത്ത് താമസിക്കുന്ന കർഷക പ്രതിനിധികളും ജനപ്രതിനിധികളും മന്ത്രിയുമായി ചർച്ച നടത്തും. ദുരന്തനിവാരണ നിയമപ്രകാരം ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകാനുള്ള ഉപ്പുതറ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ തീരുമാനമാണ് വ്യാപാരികളും കർഷകരും ഉൾപ്പെടെയുള്ളവർ ഒഴിപ്പിക്കൽ ഭീഷണിയിലായത്. കഴിഞ്ഞ 24-ന് മുമ്പ് നോട്ടീസ് നൽകി റിപ്പോർട്ട് നൽകാനായിരുന്നു കളക്ടർ നിർദ്ദേശിച്ചിരുന്നത്. വിവരം പുറത്തറിഞ്ഞതോടെ അഡ്വക്കേറ്റ് സിറിയസ് തോമസ് MLA-യുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരുടെ പ്രതിനിധികളും റവന്യൂ മന്ത്രി, തദ്ദേശ വകുപ്പ് മന്ത്രിമാർ എന്നിവർക്ക് നിവേദനം നൽകി. തുടർന്ന് 27 വരെ നടപടി നിർത്തിവെക്കാൻ റവന്യൂ മന്ത്രി AP അനിൽകുമാർ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ജലാശയങ്ങൾ കയ്യേറി നടത്തിയ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകാനുള്ള തീരുമാനം. പെരിയാർ വള്ളക്കടവ് മുതൽ ചപ്പാത്ത് വരെ ആനവിലാസം വില്ലേജിന്റെ പരിധിയിൽ പെരിയാർ തീരത്ത് 139 പേർ നദി കയ്യേറി എന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. സമാന രീതിയിൽ ഉപ്പുതറ വില്ലേജിലും പെരിയാർ തീരത്തുള്ളവർ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയെ നേരിട്ടു. ഉപ്പുതറയിൽ 189 കുടുംബങ്ങളാണ് ലിസ്റ്റിലുള്ളത്. ദുരന്ത നിവാരണ നിയമപ്രകാരം നീർച്ചാലുകൾ ഉൾപ്പെടെ ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാനാണ് കളക്ടറുടെ തീരുമാനം. ആയിരക്കണക്കിന് വ്യാപാരികളെയും കർഷകരെയും ബാധിക്കുന്നതാണ് നടപടി. ഒരു നൂറ്റാണ്ടായി താമസിക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും. സർക്കാർ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പൊതുസ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്. ഇതെല്ലാം ഒഴിപ്പിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അഡ്വക്കേറ്റ് സിറിയസ് തോമസ് പറഞ്ഞു. നാളെ രാവിലെ ജില്ലയിലെത്തുന്ന റവന്യൂ മന്ത്രി, MLA-മാർ എല്ലാവരും ചേർന്ന് ഇക്കാര്യം ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. അതിനിടെ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജലാശയങ്ങൾ ഉൾപ്പെടെയുള്ള കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് കളക്ടർ ഈ മാസം 30-ന് പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ ഓൺലൈൻ റിവ്യൂ മീറ്റിംഗും വിളിച്ചിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.